അതായത് എനിക്ക് MG ശ്രീകുമാറിന്റെ സൗണ്ട് കേൾക്കുമ്പോഴേ ഒരു രസമില്ലാത്തൊരു സൗണ്ട് എന്ന് തോന്നും. ഒരു രസമില്ലാതെ കേൾക്കാനായിട്ട്. എനിക്ക് ഇപ്പൊ യേശുദാസ് സൗണ്ട് അതിലും ബെറ്ററാണ്, വേണുഗോപാലിന്റെ സൗണ്ട് അതിലും ബെറ്ററാണ്. ഒരു പിന്നെ അതുമല്ല ഓരോ പാട്ടിനകത്ത് ഇപ്പൊ ഇങ്ങനെ പറയുമ്പോ ഒരു എന്തോ ഒരു എവിടെയോ ഒരു അതിനകത്തൊരു എന്താ പറയുക, നമുക്ക് ആ ഫീല് കിട്ടുന്നില്ല. അതിന് കുറച്ചുകൂടെ ഭംഗിയുള്ള കുറച്ചും കൂടി നല്ലൊരു സൗണ്ട് ഉണ്ടെന്ന് തോന്നിപ്പോ. ഒരുപാട് പാട്ട് കേൾക്കുമല്ലോ, പാട്ട് മാത്രല്ല പല ശബ്ദങ്ങൾ കേൾക്കും. മനസ്സിലായോ? അല്ല നമുക്കിപ്പോ യേശുദാസിന്റെ സൗണ്ട് ബെറ്റർ ആണെന്ന് തോന്നുന്നത് എങ്ങനെയാ? മീൻസ് മറ്റേതിനെക്കാളും സൗണ്ട് ബെറ്റർ ആണെന്ന് തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഒത്തിരി സൗണ്ട് കേൾക്കുന്നുണ്ട്. നമുക്കപ്പൊ ഇഷ്ടമല്ലാത്തൊരു സൗണ്ട്, ഇഷ്ടമല്ലാത്ത എനിക്ക് ഇഷ്ടമല്ലാത്ത ഈ മറ്റേ ചിരട്ടയിട്ട് കല്ലേലൊരിക്കുക, ചോക്കിനിടെ കല്ല് സൗണ്ട് എന്തോ പോലെ ഇപ്പൊ മേശ വലിക്കുക. അപ്പൊ നമുക്ക് ചിലതൊന്നും അങ്ങനെ ഇഷ്ടപ്പെടാത്തൊരു സൗണ്ട് ഉണ്ടല്ലോ, അതുപോലെ ശബ്ദമാണ്. അതിന്റെ ഒരു അംശം MG ശ്രീകുമാറിന്റെ സൗണ്ട്. മനസ്സിലായില്ലേ? അത്രയ്ക്ക് വരത്തില്ല, എന്നാലും നമ്മളിപ്പോ ഒരു പാട്ടിന് അതിന്റെ അങ്ങനെ വരുന്ന ഒരു സാധനം ഒന്ന് ഓർത്ത് നോക്കിയേ. നമ്മളത് ഭയങ്കര മനോഹരമായിട്ടൊക്കെയുള്ള തോന്നലിരിക്കുവാണ്. ഇപ്പൊ കുയില് പോകുന്നു, കുയിൽനാദം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ചെവിക്ക് ഒരു സാധനം ഉണ്ടോ, ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ചെവിക്ക് ഒരു ടേസ്റ്റ് ഉണ്ട്. മീൻസ് ബ്രെയിൻ അല്ല, ഹിയറിംഗ് ഇതിന്റെ അതിനകത്ത് നമ്മുടെ ബ്രെയിനകത്ത് ശരിയാ. അതിനെ ഈ സെൻസ് ചെയ്യുന്നതോ വേഴ്സ് ചെയ്യുന്നതോ എന്തോ ആയിക്കോട്ടെ, ഏത് തരത്തിലാണെങ്കിലും നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സാധനങ്ങളുണ്ട്. ചില സൗണ്ട് കേട്ട പേടിക്കും, നമ്മൾ ഞെട്ടുമൊക്കെ ചെയ്യുമല്ലോ ശബ്ദം എന്ന് പറഞ്ഞ പോലെ. ഒരു സൗണ്ടിന് പ്രത്യേകതയുണ്ട്. ഇപ്പൊ എന്റെ സൗണ്ട് ഭയങ്കര സൂപ്പർ സൗണ്ട് ആണ് പലരും പറയുന്നത്. ശരിയാ, കേട്ടായിരുന്നു. സൂത്തിങ് സൗണ്ട് ആണ്, മാൻലി ആണ്. ഇത് രണ്ടും കൂടെ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ചില സമയത്ത് ഭയങ്കര സൂത്തിങ് ആയിരിക്കും, ചില സമയത്ത് മമ്മൂട്ടിയുടെ സൗണ്ട് എന്താ അത് ഇച്ചിരി എന്തോ എന്നെ എന്ന് പറഞ്ഞാൽ എന്തോ അത്. എനിക്ക് അതിനകത്ത് ആ സൈസ് സൗണ്ട് പ്രശ്നമാണോന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് സൗണ്ട് ഷെയ്മിങ് എന്ന് പറയുന്നത് കേട്ട്, മനസ്സിലായോ? അത് പക്ഷേ സൗണ്ട് ഷെയ്മിങ് അല്ല, ആ സൗണ്ടിന് എന്തോ ഉണ്ട്, ഇല്ലേ? ഉണ്ട്. അത് ചില കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ നമ്മൾ ഭയങ്കര ശബ്ദത്തിനകത്ത് പാട്ടുകാരുടെ ശബ്ദം എന്തിനാ പിന്നെ പ്രത്യേകത? പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു അവതരണം, ഒരു കാര്യം അവതരിപ്പിക്കുമ്പോ സൗണ്ട് വലിയ മാറ്റർ അല്ല ഏത് സ്ഥലത്ത്. ഇപ്പൊ ഒരു ഫാക്ട് അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇപ്പൊ ഒരു എന്താ പറയാ ഒരു പ്രസന്റേഷൻ വരുമ്പോ ഒന്നും കാര്യമല്ല. എന്നാലും ചെറിയ തോതില് ശ്രദ്ധ പിടിക്കാനും ആൾക്കാരെ പിടിച്ചിരുത്താനൊക്കെ ശബ്ദത്തിന് കഴിയുന്നുണ്ട്. പല ഇൻസ്ട്രുമെന്റ്സ് എടുത്ത് നോക്കിയാൽ നമ്മൾ ഇൻസ്ട്രുമെന്റ്സിനോടൊപ്പം ആണല്ലോ മ്യൂസിക് ഒക്കെ വരുന്നത്. അപ്പൊ പല ഇൻസ്ട്രുമെന്റ്സിന്റെ കൂടെയും ഈ MG ശ്രീകുമാറിന്റെ സൗണ്ട് ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവിടെ ഒരു കിരയായി വരും, എന്തോ ഒരു എവിടെയോ ഒരു ചെറിയൊരു ഈർച്ച എടുക്കുന്ന പോലെ ഒരു സുഖമില്ല. മനസ്സിലായി? മറ്റേ കുറച്ചുകൂടെ സുഖമാണ്. മമ്മൂട്ടിയെ പറ്റി പറയുമ്പോ അതാ പറയുന്നത്, അത് എന്തോ ശരീരവും ശാരീരവും ഒരുപോലെ കൊള്ളാവുന്ന ശാരീരം വെച്ച ശബ്ദം അങ്ങനെ പറയും. ഇപ്പൊ ശ്വേത മേനോൻ എന്ന് പറയുന്നത് വെളുത്ത മേനോൻ, ഫ്രഷ് മേനോൻ, ഇങ്ങനെയൊക്കെ അതിന്റെ അർത്ഥം വരുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ അതിന്റെ ഒരു അർത്ഥം പറഞ്ഞാൽ ഇത് ഒരു കിട്ടിയാന്ന് കേട്ടോ. പേരിലാണോ എന്തിലാണോ എന്നറിയത്തില്ല. അതേതോ മറ്റേ എന്താ പറയാ ഈ ഇതിനകത്ത് അമ്മയുടെ പ്രശ്നം ഉണ്ടാക്കിയൊരു പെണ്ണുണ്ടല്ലോ. പ്രശ്നമല്ല, എന്തോ പ്രശ്നമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു. അൻസികയോ? അൻസിക അതിനല്ല, വേറൊരു പേരുണ്ടായിരുന്നു. ആരുടെയോ ഒരു പേരിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്തിലാട്ടെ, പേരിന്റെ പ്രശ്നമല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ എന്നാലും ശബ്ദത്തിൽ അങ്ങനെ ഉണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ചിലർക്ക് യേശുദാസിന്റെ സൗണ്ട് വല്ലാതെ ഇഷ്ടപ്പെടുക എന്ന ആളുകൾക്ക്. ഒരു സമയത്ത് സൗണ്ടിനല്ല യേശുദാസിന്റെ പ്രശ്നം ഇരിക്കുന്നത്. യേശുദാസ് ഈ ക്ലാസിക്കൽ പിടിച്ചിട്ട് സംഗതിയൊക്കെ പിടിച്ച് അളന്ന് കുറിച്ച് കുറച്ചങ്ങ് ഭയങ്കര പിടുത്തമാ പുള്ളിക്ക്. ആവശ്യമില്ലാത്തടത്തൊക്കെ കയറി പിടിക്കും. വെസ്റ്റേൺ ആയാലും പിടിക്കും. പിന്നെ ജഗദീശ്വരന്റെ വരദാനം, ജഗദീശ്വരന്റെ സാധനമൊക്കെ വരുമ്പോ നമുക്ക് എന്നൊക്കെ തോന്നും. അങ്ങനെ ഒത്തിരി സാധനമുണ്ട് പുള്ളിയുടെ. ചില പാട്ടൊക്കെ അങ്ങ് വൃത്തികേടാ, ആവശ്യമില്ലാത്ത ചെയ്യുന്നതിന്റെ പ്രശ്നമാകട്ടെ. എല്ലാം ഈ ശബ്ദത്തിൽ കേൾക്കണമെന്ന് ഇവിടെ ഉള്ളവർക്ക്. മോഹൻലാൽ എല്ലാം ചെയ്യണം.
മോഹൻലാൽ ബ്രേക്ക് ഡാൻസും കളിക്കുമെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു കളയും. പിന്നെ ചാക്കിച്ചാനൊക്കെ നല്ല ഫൈറ്റ് ചെയ്യണം, ഇങ്ങനെയൊക്കെ വരുമ്പോഴേ പ്രശ്നം. എന്നാൽ അയാൾക്ക് പറ്റുന്ന അയാൾ ചെയ്താൽ വലിയ പ്രശ്നമില്ല. അപ്പോ ഈ പറഞ്ഞ പോലെ MG ശ്രീകുമാറിന്റെ കാര്യത്തില പ്രശ്നമുണ്ട്. MG ശ്രീകുമാറിന്റെ ചില പാട്ടൊക്കെ ഓക്കെയാ, ചിലതൊക്കെ. പക്ഷെ എന്നാ പോലും ഉണ്ടല്ലോ ഒരു അങ്ങനൊക്കെ അങ്ങനെയൊക്കെ ജില്ലെന്ന് പറയുമ്പോഴത്തേന് എന്തോ പോലെ പാട്ടും ആ കച്ച പാട്ടിന് പറ്റിയ സൗണ്ട്. ഈ മറ്റേ ആറാട്ടെണ്ണം പറഞ്ഞില്ല, ആറാട്ടം എന്ന് പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞാല് എങ്ങനത്തെ സിനിമയാ? ഏറ്റവും മോശപ്പെട്ട സിനിമയിലൊരു നല്ല സിനിമ. അതങ്ങനെ കണ്ടാ നല്ല രസമാണ്. അതൊക്കെ ആറാട്ടിനെ കൊണ്ട് മാത്രമേ അങ്ങനെ ഒരു റിവ്യൂ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോ അത്തരത്തിലൊരു പരിപാടി ഇത്. അങ്ങനെയാണ് എനിക്ക് സൗണ്ടിനെ പറ്റി തോന്നിയേക്കുന്നത്. എന്ന് മാത്രമല്ല, ചിലപ്പോ ഈ ശബ്ദവും കൊണ്ട് നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോയിട്ട് ഒരുപാട് സൗണ്ടുമായിട്ട് കമ്പയർ ചെയ്താല് എന്തോ ഒരു സുഖമില്ല തോന്നാൻ. കാരണം നമുക്ക് ഇഷ്ടപ്പെടാത്ത ശബ്ദങ്ങളിൽ നിന്ന് എന്തോ ഒരു ഒരു ചെറിയ സാമ്യം, ഒരു 2% വല്ലതും അതിനകത്ത് കിടപ്പുണ്ടാവും. അപ്പൊ അയാള് പാടുന്നതിനകത്ത് വലിയ കാര്യമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് അതുകൊണ്ട് താല്പര്യമില്ലെന്നാ പറയാം. ഇതേ താല്പര്യം ഇല്ലാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ. അവരിത് അറിഞ്ഞുകൊണ്ടല്ല ഇഷ്ടപ്പെടാത്ത. ഞാനീ പറഞ്ഞ പോലെ തിയററ്റിക്കലി നമ്മളീ പറയുന്ന സയന്റിഫിക്കലി എക്സ്പ്ലനേഷൻ ഒന്നും ആരും കൊടുക്കുന്നില്ലെങ്കിലും ഇപ്പൊ മോഹൻലാൽ മമ്മൂട്ടി തോന്നുന്ന വ്യത്യാസം എങ്കിൽ തന്നെയും നമ്മൾ ചെറിയ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഇത് പിന്നെ അങ്ങനെയല്ല. ജിതുവിന്റെ പാട്ട് സൗണ്ടൊക്കെ നല്ലാണെങ്കിലും അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. പാട്ട് നമ്മള് കേൾക്കുമല്ലേ, കേൾക്കുന്നതിനകത്ത് വേറെ പ്രശ്നമുണ്ട്. കേൾവിയുടെ ഒരു നമ്മുടെ കേൾവി ശക്തി എന്തോരം ഉണ്ട്, അതൊക്കെ വേറെ വിഷയമാണ്. പക്ഷെ നമ്മളൊരു 1000 പേരുടെ കേൾവി ശക്തി ഒന്നും നമുക്ക് അങ്ങനെ തെറ്റാന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് എന്തുകൊണ്ടാണ് യേശുദാസ് എന്തുകൊണ്ട് വേണുഗോപാലൊക്കെ ഒതുക്കി കളഞ്ഞത്, അല്ലാതെ നല്ല ശബ്ദമാണ്, നല്ല സൗണ്ടാ അത്. ഒത്തിരി പാട്ട് പാടേണ്ട മനുഷ്യനായിരുന്നു. പിന്നെ ഇവന്മാരെല്ലാം കൂടെ സൈഡാക്കി അയാൾക്കധികം പാടാനും പറ്റിയില്ല. ആകെ കുറച്ച് പാട്ടേ ഉള്ളൂ. പിന്നെ മുമ്പായിട്ട് സൗണ്ട് എനിക്ക് ഗസല് പാടുന്ന കേൾക്കുമ്പോൾ നല്ല രസമാണ്, ഭയങ്കര സൗണ്ടാണ്. ഒത്തിരി സൗണ്ട് ഉണ്ടല്ലോ. നമുക്ക് ഈ പറഞ്ഞ പോലെ കിളികളാണേലും മൃഗങ്ങളാണെങ്കിലും ഇപ്പോ ആന ചിഹ്നം വിളിക്കുന്ന കേട്ടോ അത്ര രസമൊന്നും തോന്നത്തില്ല, പേടിയേ വരത്തുള്ളൂ. മനസ്സിലായോ? വാന്നങ്ങ് അലറുമല്ലേ. പട്ടി ഭയങ്കരമായിട്ട് കുരച്ചാല് പക്ഷെ പോയി രസം. അതൊക്കെയാണ് പെൺപിള്ളേർക്കൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. മനസ്സിലായോ? അത് രസമില്ല, എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ സിംഹമൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് കാണുമ്പോ മറ്റേ പിന്നെ എനിക്ക് വേറൊരു ഇഷ്ടപ്പെട്ട സൗണ്ട് എന്ന് പറയുന്നത് ജിറാഫിന്റെ സൂപ്പർ ആണോ? എനിക്കറിയത്തില്ല. ഈ തിമിംഗലത്തിന്റെ ശബ്ദം എനിക്ക് ഇഷ്ടം. ഞണ്ട്. പിന്നെ വേറെന്താ ഉള്ളേ? കാക്ക. കുയിലും കാക്കയും തമ്മിലൊരു എന്ന് പറഞ്ഞുകൊണ്ട് കാക്ക നമ്മൾ ഒരിക്കലും മോശമാണെന്നോ അല്ല പറയുന്നത്. നമുക്കെന്തോ കുയിലിന്റെ ശബ്ദമാണ് ഇഷ്ടം. അതെന്തോ ഒരു കേട്ടിരിക്കാനൊക്കെ ഒരു ഭയങ്കര എന്തോ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. മാടത്തയുടെ സൗണ്ട് കേട്ടിട്ടില്ല. മാടത്തൊക്കെ എന്തൊക്കെ പറയും, കൊറേ ഉണ്ട്. ചില മാടത്തെ തെറി വിളിക്കും. ചീത്ത വിളിക്കുന്ന തത്തയുണ്ട്, മാടത്തയുണ്ട്. ഈ ഇതുങ്ങളെ പോലെ വൃത്തികെട്ട സാധനങ്ങളുണ്ട്. അതതിനകത്ത് മാടത്തകള് മഹാകച്ചറകളാണ്. സാഹചര്യം അനുസരിച്ചിരിക്കും. അത് അവരുടെ ജീവിത സാഹചര്യം അങ്ങനെ പോയി. അത് മനുഷ്യന്റെ കാര്യം പറയുമ്പോഴും അങ്ങനെ ചിലർ ഈ കമന്റിലൊക്കെ തെറിയൊക്കെ വിളിക്കത്തില്ലേ, എന്ന് പറഞ്ഞവർ അങ്ങനത്തെ തെറി വിളിക്കുന്ന മനുഷ്യരും മാടത്തൊക്കെ ഉണ്ട്. അത് അവർ ജീവിക്കുന്ന സാഹചര്യം പോലെ അവരുടെ ഒരു നിലവാരവും വിദ്യാഭ്യാസവും മറ്റേ നമ്മളെ തുടർച്ചയായി വിളിക്കുന്നു. മനസ്സിലായി. ഓക്കെ അപ്പൊ ശരി. ഓക്കെ ബൈ.